നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയുടെ നടപടിയിൽ കരുതലോടെ നീങ്ങാൻ സർക്കാർ നിയമോപദേശം തേടും. സർക്കാരിന്റെ പിന്തുണയോടെ മുന്നോട്ടു പോകാൻ അദാനി ഗ്രൂപ്പ്. കരാർ പൂർണ്ണമായി ലംഘിച്ചെന്ന് CPM. ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP. ഓഹരി കൈമാറ്റത്തിൽ കോൺഗ്രസിനുള്ളിലും ഭിന്നത. അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് സംസ്ഥാന ഭാരവാഹിയുടെ കത്ത്. ED ആക്രമിച്ച കേസിൽ CBI അന്വേഷണമില്ല. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിലയിരുത്തി കോടതി. സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയില്ലെന്നും റെയ്ഡിന്റെ കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും സർക്കാർ. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗീനാകുമാരി സ്വീകരിച്ചതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. CBI അന്വേഷണം വേണമെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പൊതുമേഖലയിലേതുൾപ്പെടെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ അന്ത്യശാസനം. 3 ആഴ്ചയ്ക്കുള്ളിൽ കണക്ക് സമർപ്പിക്കാൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി. ഉത്തരവ് താൽക്കാലിക നിയമനങ്ങളിൽ അഴിമതി നടക്കുന്നുവെന്ന ആക്ഷേപത്തെ തുടർന്ന്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കി. വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായതായും പവർ പൂളിൽ നിന്ന് വൈദ്യുതി ലഭിച്ചതായും KSEB. അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം. ഓപ്പറേഷൻ തൂഫാൻ നടപടി ശക്തമാക്കി സർക്കാർ. പെരുമ്പാവൂരിൽ ജനസഭയും റാലിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഹിന്ദിയിൽ പ്രതിജ്ഞയെടുപ്പിച്ച് ചെന്നിത്തല. പാലക്കാട് തൂഫാൻ സംഘത്തെ ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതി സൈനികൻ ജിനേഷ്. അബ്കാരി നയം നിലവിൽ വന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിൽ തീരുമാനമെന്ന് മന്ത്രി M. ലിജു. ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ച് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. ഓസ്ട്രിയയെ തകർത്ത് സ്പെയിനും അൾജീരിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ. അർജന്റീന കേപ്പ് വെർദെ പോരാട്ടം പുലർച്ചെ 3:30-ന്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ നിയമോപദേശം തേടാനൊരുങ്ങി സർക്കാർ. തിടുക്കത്തിൽ അനുമതി നൽകേണ്ടെന്നും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രം അനുമതി നൽകിയാൽ മതിയെന്നുമാണ് സർക്കാർ നിലപാട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ കോൺഗ്രസിലും ഭിന്നത രൂക്ഷമാണ്. അദാനിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നാണ് KC വിഭാഗത്തിന്റെ ആവശ്യം. കരാർ വിവാദത്തെ പ്രതിപക്ഷം രാഷ്ട്രീയായുധമാക്കുകയാണ്. അദാനിയോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിലാണ് കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം. വിഷയത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് KC വിഭാഗം. കേരളം ഭരിക്കുന്നത് BJP സർക്കാർ അല്ലെന്ന് KC കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുകയെന്നും KC ചൂണ്ടിക്കാട്ടിയിരുന്നു. KC ശക്തമായ നിലപാട് എടുത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അദാനിക്ക് അതൃപ്തി അറിയിച്ച് കത്തയച്ചത്. വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രി എന്നാണ് സതീശൻ അനുകൂലികൾ പറയുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ നിയമോപദേശം തേടാനാണ് സർക്കാരിന്റെ തീരുമാനം. വിദഗ്ധ സംഘം പരിശോധന നടത്തുകയും ചെയ്യും. കരാറിന് അതിവേഗം അനുമതി നൽകേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. കരാർ വിവാദം സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞ വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കരാറിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ക്രിമിനലുകൾ പങ്കെടുത്ത K. സുധാകരന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം തൂഫാനുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. K. സുധാകരൻ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുമെന്ന് കരുതുന്നില്ല. ആരൊക്കെയോ അദ്ദേഹത്തെ പോയി കണ്ടതാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തിനും ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുന്നത്. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സർക്കാരിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ പൂർണ്ണമായി ലംഘിച്ചാണ് വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറിയതെന്ന് മുൻ മന്ത്രി P. രാജീവ്. കരാർ ലംഘനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. തുറമുഖം, ധനകാര്യം, നിയമം, പൊതുഭരണ വകുപ്പ് എല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ വകുപ്പും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് പറഞ്ഞു. കാര്യം നടന്നിരിക്കുന്നു. കരാർ വ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനം നടക്കുമ്പോൾ
ഒരു അസംതൃപ്തി എന്ന വാക്കുകൊണ്ടാണോ അവനെ പരാമർശിക്കേണ്ടത്? ഇപ്പൊ കരാർ ലംഘനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ധൈര്യം കാണിക്കുമില്ല? രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുക്കും. അതിലാണ് നാം വളരെ ഗൗരവമായി കാണേണ്ടത്. ഇപ്പോ ഇവർ കൊടുത്ത എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. തുറമുഖ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി കൂടിയാണ്. വിഴിഞ്ഞം കരാർ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പഴയ മുഖ്യമന്ത്രിക്ക് തങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി. വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് തങ്ങളാണ്, പിന്നീടുള്ള കാലം മറ്റൊരു സർക്കാരാണ് ഭരണം നടത്തിയത്. അതുകൊണ്ട് കരാറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവർക്കാണ് അറിയുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ഒന്ന് നോക്കട്ടെ എന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ക്ലിയർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണമാണോ ദോഷമാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്, അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പഴയ മുഖ്യമന്ത്രിക്കും അവിടെ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാലോ. വിഴിഞ്ഞം പദ്ധതിയുടെ ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിഴിഞ്ഞം പദ്ധതി സർക്കാരിന്റെ കൂടി പണം മുടക്കിയ പദ്ധതിയാണ്. അതുകൊണ്ട് സുതാര്യത ഉറപ്പാക്കണം. സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താനും തൊഴിലവസരത്തിനും സ്വകാര്യ നിക്ഷേപം അനിവാര്യമാണ്. CPM സർക്കാർ പദ്ധതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരസ്യമാക്കണം. തുറമുഖങ്ങളിലെ സ്വകാര്യ നിക്ഷേപം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് കരുതുന്നില്ല. സർക്കാരിനോട് ചോദിക്കാതെ ഓഹരി വിറ്റഴിക്കാനോ കരാറിൽ മാറ്റം വരുത്താനോ സാധിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ 10 കൊല്ലം നമ്മളെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ചു വെച്ച CPM-ൻ്റെ ഭരണം അതിന്ന് പുറത്തു വരണമെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ, സാമ്പത്തിക സ്ഥിതി മാറ്റം കൊണ്ടുവരണമെങ്കിൽ, ശക്തമാക്കണമെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും സ്വകാര്യ നിക്ഷേപം ഈ നാട്ടിൽ വരണം. സഭയിൽ നടക്കുന്നത് സ്വാഭാവിക വർത്തമാനങ്ങളാണെന്നും അതിനെ ഒന്നും ഗൗരവമായി കാണേണ്ടതില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂൾ ബുക്കിലെ വ്യവസ്ഥകളാണ് പറഞ്ഞത്. സഭയുടെ ഡെക്കോറത്തോട് എല്ലാവരും യോജിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രോളുകൾ കാണാറുണ്ട്. ട്രോൾ ചെയ്യുന്നവർക്ക് ട്രോൾ ചെയ്യാം. ആരുടെയും കുലത്തൊഴിൽ കളയല്ല. വള്ളംകളി അവധിയിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം ഓവർ ഹിയർ ചെയ്തതാണ്. മസിൽ പവർ കാണിക്കാനുള്ളതല്ല നിയമസഭയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അതിന് ട്രോളിൻ്റെ ഒന്നുമല്ല, ഇതൊന്നും ബോധപൂർവം മനഃപൂർവ്വം പറയുന്നതല്ലല്ലോ. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസാണ്. ഒരു മറുപടി പറയും, നമ്മളതിന് റെസ്പോണ്ട് ചെയ്യും. ആ മാതിരി അത്ര ലൈറ്റായിട്ട് നമുക്കതിനെ കണ്ടാൽ മതി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അലമാരയിൽ വെക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. FCRA നിയമത്തിന് ഉദ്ദേശശുദ്ധിയില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചില സമൂഹങ്ങളെയും സമുദായത്തെയും ലക്ഷ്യം വെച്ചുള്ളതാണ് നിയമം. നിയമത്തിന്റെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമസഭ പ്രമേയം പാസാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സെന്റ് തോമസ് ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഗവൺമെന്റിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റിലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് അലമാരയിൽ സൂക്ഷിക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ് എന്ന് ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരെ വീണ്ടും പോലീസ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോഴാണ് ഗീനാകുമാരിക്കെതിരെ പോലീസ് രംഗത്ത് വന്നത്. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് മുൻ പ്രോസിക്യൂട്ടർ സ്വീകരിച്ചു എന്ന് പോലീസിനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. ഗീനാകുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് ഗീനാകുമാരി കോടതിയെ അറിയിച്ചത്. പ്രതികൾ ചെയ്തത് ഗൗരവമേറിയ കുറ്റമാണെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. കേസിൽ 10 പ്രതികളുടെ ജാമ്യഹർജിയാണ് പരിഗണിക്കുന്നത്.
സംസ്ഥാന സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാരിന്റെ അന്ത്യശാസനം. വകുപ്പ് മേധാവികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിവുകളുടെ കണക്ക് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. PSC നിയമനങ്ങളുടെ മെല്ലെപ്പോക്കിൽ വ്യാപക വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കർശന നിർദ്ദേശവുമായി സർക്കാർ രംഗത്തു വരുന്നത്. ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ആയുഷ് വകുപ്പിലും വിവിധ ക്ഷേമനിധി വകുപ്പിലും ഒട്ടേറെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതുമൂലം പല വകുപ്പുകളിലും പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. PSC റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിലെ ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി K മുരളീധരൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതോടെയാണ് അന്ത്യശാസനയുമായി സർക്കാർ രംഗത്ത് വന്നത്. സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം. വകുപ്പ് മേധാവികൾക്കാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഒഴിവുകളുടെ കണക്കുകൾ 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കശുവണ്ടി അഴിമതി കേസിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവിനെ ചൊല്ലി വിവാദം കത്തുന്നു. ഹൈക്കോടതിയുടെ നിർബന്ധം കൊണ്ടാണ് അനുമതി നൽകുന്നതെന്ന് ഉത്തരവിൽ എഴുതിയത് പ്രതികളെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. ഹൈക്കോടതിയിൽ ഹാജരാക്കാതിരുന്ന ഉത്തരവ് പ്രതിയായ ചന്ദ്രശേഖരൻ വാർത്താസമ്മേളനത്തിൽ വായിച്ചതും വിവാദമായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അനുമതിയുടെ ഉത്തരവാദിത്തം മുഴുവൻ സർക്കാർ ഹൈക്കോടതിയുടെ തലയിൽ ഇടുകയാണെന്നാണ് ആരോപണം. പ്രതികൾക്ക് അനുകൂലമാകുന്ന പരാമർശങ്ങളാണ് ഉത്തരവിലുള്ളതെന്നും ആക്ഷേപമുണ്ട്. കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി വിചാരണ കോടതിയെപ്പോലെ പ്രവർത്തിച്ചതോടെ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സർക്കാർ നിർബന്ധിതരായി. സ്വന്തം നിലയിൽ ആലോചിച്ച് തീരുമാനമെടുക്കാൻ സർക്കാരിനായില്ല. ഇങ്ങനെ പോകുന്നു കോടതിയെ കുറ്റപ്പെടുത്തിയുള്ള പരാമർശങ്ങൾ. അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഇങ്ങനെയാണ്. ഇന്നലെ ഹൈക്കോടതിയിൽ ഈ ഉത്തരവ് ഹാജരാക്കിയിരുന്നില്ല. പക്ഷേ കോടതി കാണും മുമ്പ് പ്രതിയായ ചന്ദ്രശേഖരന് ഇന്നലെ തന്നെ ഈ ഉത്തരവ് കിട്ടി. വാർത്താ സമ്മേളനത്തിൽ ചന്ദ്രശേഖരൻ ഇത് വായിച്ച് തന്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തു. ഉത്തരവിന്റെ പകർപ്പ് ചന്ദ്രശേഖരനും മറ്റൊരു പ്രതിയായ KA രതീഷും നൽകാൻ ഉത്തരവിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ കോടതി കാണും മുമ്പ് പ്രതി ഉത്തരവ് കണ്ടത് സർക്കാർ നൽകിയതുകൊണ്ടാണെന്നാണ് പരാതിക്കാരനായ മനോജ് കടകംപള്ളി പറയുന്നത്. ഉത്തരവിൽ പിഴവുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ പരിശോധിച്ച് തിരുത്തുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേട് ദൗർഭാഗ്യകരമാണെന്ന് RSS. സംഭവം മുഴുവൻ സമൂഹത്തിന്റെയും രാമഭക്തരുടെയും വികാരം വ്രണപ്പെടുത്തിയെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണമെന്നും RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. ക്ഷേത്രത്തിലെ ക്രമീകരണങ്ങളിൽ വന്ന പോരായ്മകൾ പരിഹരിക്കാൻ അതീവ ഗൗരവത്തോടെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. നിർഭാഗ്യകരമായ സംഭവത്തെ മുതലെടുത്ത് ഹിന്ദുധർമ്മത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഹിന്ദു വിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തണമെന്നും ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കി. श्री राम जन्मभूमि पर निर्मित भव्य मंदिर पीढ़ियों के संघर्ष और करोड़ों राम भक्तों के समर्पण, त्याग एवं बलिदान के कारण संपूर्ण हिंदू समाज के लिए श्रद्धा, आस्था और भक्ति का केंद्र बना है. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായതായി KSEB. 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ ഉപഭോഗത്തിന്റെ കുറവാണുണ്ടായത്. ഇതോടെ കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണവും ഒഴിവാക്കി. സംസ്ഥാനത്ത് ഏതാനും ദിവസമായി മഴ വ്യാപകമായതോടെയാണ് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായത്. 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 ദിവസമായി ആഭ്യന്തര ഉൽപ്പാദനത്തിലെ കുറവ് പരിഹരിക്കുന്ന പവർ പൂളിൽ നിന്നും KSEBക്ക് വൈദ്യുതിയും ലഭിക്കുന്നുണ്ട്. ഇതോടെ ഏർപ്പെടുത്താൻ നിശ്ചയിച്ച വൈദ്യുതി നിയന്ത്രണം കഴിഞ്ഞ 5 ദിവസമായി KSEB ഒഴിവാക്കി. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളുമായി KSEB മുന്നോട്ട് പോവുകയാണ്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്ന പുതിയ കരാറിലേക്ക് KSEB പോയേക്കും. ഇതിനു പുറമെ ദീർഘകാല അടിസ്ഥാനത്തിൽ കുറഞ്ഞ വിലയിൽ വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ട് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ് KSEBയുടെ തീരുമാനം. ഡിസംബർ വരെ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. നാളെ 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട്. ജൂലൈ 7 വരെ സംസ്ഥാനത്ത് മഴ തുടരും. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദിക്കരകളിലും അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരങ്ങളിൽ 7-ാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാന്റെ കൂടുതൽ വാഹനങ്ങളിലേക്ക് അന്വേഷണം. ദുൽഖറിന്റെ കൈവശമുള്ള 4 വാഹനങ്ങൾ കൂടി പരിശോധിക്കാനാണ് കസ്റ്റംസ് നീക്കം. സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. കേസിൽ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കൂടുതൽ വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ പക്കലുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ദുൽഖറിന്റെ 4 വാഹനങ്ങളുടെ വിവരങ്ങൾ കൂടി കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. ഈ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നിർദ്ദേശം നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. സംശയനിഴലിലുള്ള ദുൽഖറിന്റെ വാഹനങ്ങൾക്കായി ചെന്നൈയിലടക്കം കസ്റ്റംസ് പരിശോധന നടത്തിയേക്കും. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ 7 മണിക്കൂറോളമാണ് ദുൽഖറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തത്. വാഹനങ്ങൾ നികുതി വെട്ടിച്ചു കൊണ്ടുവന്നതായിരുന്നുവെന്ന വിവരം അറിയില്ലെന്ന് ദുൽഖർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കസ്റ്റംസ് തയ്യാറായിട്ടില്ല. നേരത്തെ ദുൽഖറിന്റെ 4 വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചാണ് താരത്തിന് ഈ വാഹനങ്ങൾ വിട്ടുകിട്ടിയത്. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ വാഹനങ്ങൾ ഹാജരാക്കണമെന്നും അനുമതിയില്ലാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ സംയോജിത സഹായത്തോടെ ഓപ്പറേഷൻ തൂഫാനിൽ വിപുലമായ പദ്ധതി തയ്യാറാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്നിന്റെ തലസ്ഥാനമെന്ന കുപ്രസിദ്ധിയിൽ നിന്ന് പെരുമ്പാവൂരിനെ മാറ്റും. അതിഥി തൊഴിലാളികളെ ഇടനിലക്കാരായി ഉപയോഗിക്കുന്ന മലയാളികളും പെരുമ്പാവൂരിലുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭശൂരത്വമാണെന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണെന്നും ചെന്നിത്തല പറഞ്ഞു. ലഹരി വിരുദ്ധ ബഹുജന റാലിയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരമധ്യത്തിൽ മന്ത്രി തൂഫാൻ പതാക ഉയർത്തി. വളർച്ചയിലെ സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കൂടുതൽ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് തുഫാൻ ജാഗരൻ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് കോട്ടൺ സ്കൂളിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 1 മാസം ഇന്നലെ പൂർത്തിയായി. നിരോധിത രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 യുവാക്കൾ ഇടുക്കിയിൽ പിടിയിൽ. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജ്നാസ് KP, കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 5 LSD സ്റ്റാമ്പുകളും 1.93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. പ്രദേശത്ത് ലഹരി വിൽപ്പന നടക്കുന്നതായ വിവരത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും കുടുങ്ങിയത്. എറണാകുളം പാലാരിവട്ടത്ത് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിനിടയിലുള്ള പരിചയമാണ് ഇരുവരും തമ്മിലുള്ളത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് നൽകുന്ന സൂചന. അബ്കാരി നയം നിലവിൽ വന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്ന് മന്ത്രി M. ലിജു. CPM-നെ പോലെ കോൺഗ്രസിൽ ഏകാധിപതികളില്ല. കോൺഗ്രസിലെ നേതാക്കൾക്ക് സർക്കാർ തീരുമാനങ്ങളിൽ ആശങ്കകൾ പറയാം. 3 തവണ തോറ്റിട്ടാണ് താൻ ജയിച്ചു കയറിയത്. അതിനാൽ ഇപ്പോൾ കിട്ടിയ അവസരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അബ്കാരി പോളിസി സാധാരണ രീതിയിൽ നിലവിൽ വരേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്. അതോടെ മനസ്സിലായി. പക്ഷെ കഴിഞ്ഞ തവണ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ 8 മാസങ്ങൾക്ക് ശേഷമാണ് അബ്കാരി പോളിസി നിലവിൽ വന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്നാണ് മെയ് മാസം 18-ാം തീയതിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ അബ്കാരി പോളിസി ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഞങ്ങൾ ഈ മാസം എന്ത് ചെയ്തു? അബ്കാരി പോളിസിക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു. അബ്കാരി പോളിസി നിലവിൽ വരും. അബ്കാരി പോളിസി നിലവിൽ വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? ഇത് വിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒഫീഷ്യലായ തീരുമാനം നിലവിൽ. അപ്പം നമുക്കിവിടെ ഒരു നികുതി സ്ലാബ് ഉണ്ടാവും. മനസ്സിലായോ? വിൽക്കണമെങ്കിൽ നികുതി സ്ലാബ് ഉണ്ട്, വിൽക്കുന്നില്ലെങ്കിൽ നിലവിലില്ല. അതല്ലേ പറഞ്ഞിട്ടുള്ളൂ.
കോൺഗ്രസിൽ പുതിയ കരുനീക്കം. പ്രധാന വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് കത്ത് ലഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് കത്ത് നൽകിയത്. അടിയന്തര KPCC രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. നികുതി നിർദ്ദേശം ഉൾപ്പെടെ നിർണായക വിഷയങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോഴാണ് യോഗം ചേരണമെന്ന ആവശ്യമുയരുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനം മുതൽ വിഴിഞ്ഞം ഓഹരി വിൽപ്പന വരെ നിർണായകമായ പല വിഷയങ്ങളിലും സർക്കാരിനെതിരെ പ്രതിപക്ഷ വിമർശനം ശക്തമാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം എന്നതിനപ്പുറം പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് എതിർചേരികൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും സുപ്രധാന തീരുമാനം മുഖ്യമന്ത്രി മന്ത്രിസഭയെ പോലും അറിയിച്ചിരുന്നില്ല എന്നത് കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ എതിർപ്പുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് KPCCയുടെ അടിയന്തര ഭാരവാഹി യോഗം ചേരണമെന്ന ആവശ്യമുയരുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് KPCC പ്രസിഡന്റിന് കത്ത് നൽകിയത്. സുപ്രധാന തീരുമാനങ്ങളിൽ പാർട്ടിയിൽ ചർച്ച ചെയ്ത് മാത്രമേ നിലപാടെടുക്കാവൂ എന്നാണ് ആവശ്യം. KC വേണുഗോപാൽ പക്ഷക്കാരനായ MR അഭിലാഷ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് കത്തയക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരും മറനീങ്ങി പുറത്തുവരികയാണ്. വിഴിഞ്ഞം വിഷയത്തിൽ അദാനിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് KC വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. VD സതീശൻ അദാനി ഡീലാണ് ഓഹരി വിൽപ്പനയ്ക്ക് പിന്നിലെന്ന് CPM ആരോപണം ഉന്നയിക്കുമ്പോഴാണ് KC വേണുഗോപാൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നത്. ദേശീയ തലത്തിൽ അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം മുൻനിർത്തി KC ചൂണ്ടിക്കാട്ടുന്നത് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല ഈ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാടെന്നാണ്. അത് മുഖ്യമന്ത്രി VD സതീശനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. അധികാരത്തിലേറി 1 മാസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ കരുനീക്കം നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോകകപ്പ് കിരീട നേട്ടത്തെക്കാൾ വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയാണ്. മെസ്സിയും എംബാപ്പയും 6 ഗോളുകൾ വീതം നേടി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. തൊട്ടുപിന്നിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്നും നോർവേയുടെ എർലിംഗ് ഹാലണ്ടുമുണ്ട്. അതേസമയം റൊണാൾഡോ 3 ഗോളുമായി നിറമങ്ങിയെങ്കിലും 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ലോക റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. കാൽപന്തുകളിയുടെ ആവേശം വ്യക്തിഗതം കൂടിയാണ്. ഇഷ്ടതാരങ്ങൾ പുൽത്തകിടിയിൽ ആടിത്തിമിർക്കുന്നത് ആവേശത്തോടെ ആസ്വദിക്കുകയാണ് ആരാധകർ. താരങ്ങളുടെ ചടുല നീക്കങ്ങളും ശൈലിയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. അതിനൊപ്പം വ്യക്തിഗത സമീപനങ്ങളും ഇഷ്ടതാരങ്ങളാകാനുള്ള യോഗ്യതകളാണ്. കാൽപന്തിലെ താരരാജാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അവർ നേടിയ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നത് എതിർപക്ഷത്തെ വലകൾ കുലുക്കിയ കണക്കുകളാണ്. കണക്കുകൾ റെക്കോർഡുകളിലേക്കും വഴിമാറുന്നു. പല കണക്കുകളും പഴങ്കഥയുമാവുന്നു. ഓരോ സീസണിലും മികച്ച താരങ്ങളെ തേടിയെത്തും സുവർണ പാതുകം. ഇത്തവണ അർജന്റീനയുടെ ലയണൽ മെസ്സിയും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയും 6 ഗോളുകൾ വീതം നേടി ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിലാണ്. മെസ്സിയുടെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 19ആയി. എംബാപ്പയുടെ അക്കൗണ്ടിൽ ലോകകപ്പിൽ ഇതുവരെ ആകെ 18 ഗോളുകളാണ്. ഈ ലോകകപ്പിൽ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്നും നോർവേയുടെ എർലിംഗ് ഹാലണ്ടും 5 ഗോളുകളുമായി മെസ്സിയുടെയും എംബാപ്പയുടെയും തൊട്ടു പിന്നിലുണ്ട്. ഇതോടെ കെയ്നിന്റെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 13ആയി. ഇതിഹാസ താരം പെലെയുടെ 12 ലോകകപ്പ് ഗോൾ എന്ന നേട്ടം മറികടക്കാനും കെയ്നിനായി എന്നതാണ് ശ്രദ്ധേയം. നോർവേയുടെ കന്നി ലോകകപ്പ് കളിക്കുന്ന എർലിംഗ് ഹാലണ്ട് 5 ഗോളുകൾ നേടി കെയ്നിനൊപ്പമുണ്ട്. ഹാലണ്ട് വെറും 3 മത്സരങ്ങളിൽ നിന്നാണ് 5 ഗോളുകൾ നേടിയത്. തൊട്ടു പിന്നിൽ ഫ്രാൻസിന്റെ ഒസ്മാൻ ഡെംബാലെ, ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ, സെനഗലിന്റെ ഇസ്മായിൽ സാർ എന്നിവർ 4 ഗോളുമായി പിന്നിലുണ്ട്. അതേസമയം ആരാധകർ ഏറെയുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സീസണിൽ നിറം മങ്ങി. ക്രൊയേഷ്യക്കെതിരെയുള്ള ഗോളും ചേർത്ത് റൊണാൾഡോ ഇതുവരെ 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ ചരിത്രപരമായ ഈ നേട്ടത്തോടെ തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ലോക റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. എന്തായാലും ഇനിയുമുണ്ട് മത്സരങ്ങൾ. ആവേശമായ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ അട്ടിമറികളും റെക്കോർഡുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിൽ നാളെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കറുത്ത കുതിരകളായി മാറിയ കേപ്പ് വെർദയെ നേരിടും. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 3:30-ക്കാണ് മത്സരം. മത്സരം പ്രവചനങ്ങൾക്കതീതമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാൽപന്ത് കളിയുടെ ഇതിഹാസം ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന കപ്പടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇതുവരെയുള്ള പ്രകടനങ്ങളാണ് ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ജീവൻ മരണ പോരാട്ടമാണ് കേപ്പ് വെർദയുമായുള്ള പോരാട്ടം.
പശ്ചിമ ആഫ്രിക്കയിൽ നിന്നും ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തിയ കേപ്പ് വെർദെ ലോകകപ്പിലെ ആദ്യ റൗണ്ടിൽ തന്നെ കറുത്ത കുതിരകളായി മാറി കാൽപന്ത് പ്രേമികൾക്ക് രോമാഞ്ചമായ ടീമാണ്. വെറും 5.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു ദ്വീപിൽ നിന്നാണ് വിശ്വവേദിയെ വിസ്മയിപ്പിക്കാൻ അവരെത്തിയത്. ഗ്രൂപ്പ് എച്ചിൽ നിന്നും യുറുഗ്വേയും സൗദി അറേബ്യയും ഒക്കെ പോയിന്റ് നിലയിൽ പിന്നിലാക്കി സ്പെയിനിന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി അവർ മുന്നേറിയപ്പോൾ പലരും അമ്പരന്നു. ഡിഫൻഡർ ഡെയ്നി ബോർഗസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയുടെ കരുത്തും പ്രായം 40 പിന്നിട്ട ഗോൾ കീപ്പർ വോസിനിഹയുടെ അസാധ്യ സേവുകൾ കൊണ്ടും ഈ കുഞ്ഞൻ ദ്വീപ് രാജ്യം ചിലപ്പോൾ മുൻ ചാമ്പ്യന്മാർക്ക് ഭീഷണിയാകും. ലയണൽ മെസ്സിയുടെ കാലുകളിലാണ് അർജന്റീനയുടെ മുഴുവൻ പ്രതീക്ഷകളും. അർജന്റീന മികച്ച ഫോമിലാണ് എന്നതാണ് ആരാധകർക്ക് ആശ്വാസം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ജോർദാനെതിരെ 3-1 അവർ വിജയം നേടി ഗ്രൂപ്പ് ജേതാക്കളായാണ് നോക്കൌട്ടിലെത്തിയത്. മറുവശത്ത് ഗ്രൂപ്പ് എച്ചിൽ തോൽവി അറിയാതെയാണ് കേപ്പ് വെർദെയുടെ വരവ്. ലോക റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള അർജന്റീനയ്ക്കെതിരെ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് കേപ്പ് വെർദെ പ്രസിഡന്റ് ജോസ് മരിയ നോവസ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇതിനിടയിലാണ് നോക്കൌട്ടിൽ കേപ്പ് വെർദെ അർജന്റീനയെ തോൽപ്പിക്കുമെന്ന വൈറൽ ദുർമന്ത്രവാദി നാനാ ക്വാക്കു ബോൺസാം രംഗത്തെത്തിയത്. എന്തായാലും കുഞ്ഞനായാലും കളിയിൽ കേമന്മാരാണെന്ന പേര് ഇതിനകം നേടിയ കേപ്പ് വെർദെ ചെറുതായി മിശികയും കൂട്ടരും കാണില്ല. പഴുതുകളടച്ച് മത്സരം കയ്യിലെടുക്കാനാണ് അർജന്റീനയുടെ വരവ്. എന്നാൽ മെസ്സി എന്ന മാജിക്കിനെ കേപ്പ് വെർദെ എങ്ങനെ തളയ്ക്കുമെന്ന് കാത്തിരുന്നു കാണണം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ മുൻ DYFI പ്രവർത്തകനും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിച്ചു. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലും മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ചകളിൽ ഹാജരാകണമെന്ന നിബന്ധനയോടെയുമാണ് ജാമ്യം. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്തിലെ 900ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത് മരവിപ്പിച്ചു. ഇന്ന് രാവിലെ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് പിരിച്ചുവിടൽ അറിഞ്ഞത്. തൊഴിൽ മന്ത്രി ഉമാ തോമസ് MLA നടത്തിയ ഇടപെടലിനെ തുടർന്ന് ആണ് പിരിച്ചുവിടൽ മരവിപ്പിച്ചത്. തിങ്കളാഴ്ച കമ്പനി അധികൃതർ സർക്കാർ തലത്തിൽ ചർച്ച നടത്തും. കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് തീരുമാനമുണ്ടാകും. അതുവരെ തൽസ്ഥിതി തുടരും. ഒരു കാലത്ത് 100 കണക്കിന് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം, കൃഷിയും മത്സ്യബന്ധനവും ജീവിതമാർഗമായിരുന്ന നാട്. ഇന്ന് അവിടെ അവശേഷിക്കുന്നത് ഖനനം ചെയ്ത കുഴികളും മണൽ കൂനകളും മാത്രമാണ്. കരിമണൽ ഖനനത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയായ കൊല്ലം പൊന്മന. വികസനവും പരിസ്ഥിതിയും ജനങ്ങളുടെ ജീവിതാവകാശവും തമ്മിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ പൊന്മന ഇന്ന് കരിമണൽ ഖനനത്തിന്റെ വേദനിപ്പിക്കുന്ന ബാക്കിപത്രമായി മാറിയിരിക്കുകയാണ്. കരിമണൽ ഖനനത്തിന് രാജ്യത്തിന് വിലപിടിപ്പുള്ള ധാതുസമ്പത്ത് നൽകുന്ന മേഖലയെന്ന വിശേഷണമുണ്ട്. എന്നാൽ അതേ ഖനനം ഒരു ഗ്രാമത്തിന്റെ ഭൂപടവും ജനജീവിതവും എങ്ങനെ മാറ്റിമറിച്ചു എന്നതിന്റെ തെളിവാണ് കൊല്ലം പൊന്മന. കൊല്ലം ജില്ലയിലെ തീരദേശ ഗ്രാമമായിരുന്നു പൊന്മന. കൃഷിയും മത്സ്യബന്ധനവും ഉപജീവനമാക്കി 100 കണക്കിന് കുടുംബങ്ങൾ ജീവിച്ചിരുന്ന നാട്. കാലം കടന്നപ്പോൾ കരിമണൽ ഖനനം ഈ പ്രദേശത്തിന്റെ മുഖം മാറ്റി തുടങ്ങി. ധാതുസമ്പത്ത് തേടിയുള്ള ഖനനത്തിനായി ഭൂമി ഏറ്റെടുത്തതോടെ നിരവധി വീടുകളും കൃഷിഭൂമികളും ഇല്ലാതായി. തലമുറകളായി ജീവിച്ചിരുന്ന മണ്ണ് വിട്ട് പല കുടുംബങ്ങൾക്കും മറ്റിടങ്ങളിലേക്ക് മാറേണ്ടി വന്നു. ഓൾറെഡി ആൾക്കാർ താമസം മാറി, ഈ സംസ്കാരം തന്നെ ഇല്ലാതായി. പ്രത്യേകിച്ച് മത്സ്യബന്ധനമാണ് ഈ മേഖല പ്രധാനപ്പെട്ട വരുമാനമാർഗ്ഗം. ആ മേഖലയിൽ ഒരു വള്ളത്തിൽ ഇപ്പോൾ പോകണമെങ്കിൽ ശരാശരി 3-4 ഈ വെള്ളനാട് പ്രദേശത്തും ഈ പ്രദേശം ആൾക്കാർ കാണത്തുള്ളൂ. ബാക്കിയുള്ള ബംഗാളികളും മറ്റുള്ള ആൾക്കാർ മറ്റുള്ള മേഖല അക്കരെയുള്ള പ്രദേശങ്ങളിൽ പോയി പല പല മേഖലയോട്ട് ആൾക്കാർ മാറിപ്പോയി. പൊന്മനയില്ല. പൊന്മന 1-2 വീടല്ലേ ഉള്ളൂ പൊന്മന. ഒരു കാലത്ത് മനുഷ്യജീവിതം നിറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് കാണുന്നത് ഖനനം ചെയ്ത കുഴികളും മണൽക്കൂനകളും മാത്രം. പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും മാറി. കൃഷിയിടങ്ങൾ കുറഞ്ഞു. ജലസ്രോതസ്സുകൾക്ക് മാറ്റമുണ്ടായി. തീരദേശത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ തകർന്നു. അതേസമയം രാജ്യത്തിനാവശ്യമായ അപൂർവ ധാതുക്കൾ ലഭിക്കുന്നതിലും തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിലും കരിമണൽ ഖനനത്തിന് നിർണായക പങ്കുണ്ടെന്നാണ് അധികൃതരുടെ നിലപാട്. വികസനത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുമ്പോഴും നഷ്ടപ്പെട്ട ജീവിതവും സ്വന്തം നാടും തിരിച്ചു കിട്ടില്ലെന്ന വേദനയാണ് പല കുടുംബങ്ങളും ഇന്നും പങ്കുവയ്ക്കുന്നത്. ഇതിപ്പോ മണ്ണെടുക്കാണ് കുഴിച്ച് വെള്ളം നമ്മൾ ഈ മോട്ടോർ വെച്ച് വെള്ളം അടിക്കുകയാണ്. ഒരു പൈപ്പ് ഇവിടെ 16,000 ഒരു കുടിക്കേണ്ടത്. ഈ വെള്ളം ഒരു കുടിവെള്ളം പോലെ കിടത്തില്ല. ഈ മോട്ടോർ വെച്ച് അടിച്ച് പറ്റിക്കുമ്പോൾ ഇവിടെ പ്രദേശം മൊത്തം പോവുകയാണ്. ചോദിക്കാനേ പറഞ്ഞ പറഞ്ഞത് നാട്ടുകാരും അവരുടെ കാളാണ്. വാരിയെടുത്ത ഓരോ പിടി കരിമണലും സാമ്പത്തിക നേട്ടമായി മാറിയപ്പോൾ അതിന്റെ മറുവിലയായി നഷ്ടമായത് ഒരു ഗ്രാമത്തിന്റെ ഭൂപ്രകൃതിയും ജനങ്ങളുടെ ജീവിതവുമാണെന്ന് പൊന്മനയുടെ അനുഭവം ചൂണ്ടിക്കാട്ടുന്നു. വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിയെയും ജനങ്ങളുടെ ജീവിതത്തെയും ഒരുപോലെ സംരക്ഷിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പൊന്മന. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.
കായലോര കണ്ടൽ സംരക്ഷണത്തിൽ 10 വർഷം പിന്നിടുകയാണ് കാസർകോട്ടെ മത്സ്യത്തൊഴിലാളിയായ രാജൻ വെച്ചുപിടിപ്പിച്ച ആയിരക്കണക്കിന് കണ്ടലുകൾ കവ്വായി കായലോരത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വർഷം 1000 കണ്ടലുകൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തികൾ തുടങ്ങിയിട്ട് മാസങ്ങളായി. കവ്വായി കായലോരത്ത് കാണുന്ന കണ്ടലുകളുടെ സംരക്ഷകനാണ് മീൻപിടുത്ത തൊഴിലാളിയായ ഇടയിലക്കാട്ടെ രാജൻ. ഇതിനകം അദ്ദേഹം വച്ചുപിടിപ്പിച്ചത് 10,000-ലേറെ കണ്ടൽ ചെടികൾ. രാജന്റെ മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ കവ്വായി കായലിന്റെ പല ഭാഗങ്ങളിലായി കണ്ടലുകൾ വേരൂന്നി നിൽക്കുന്നത് കാണാം. ഈ വർഷം 1000 കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് മത്സ്യത്തൊഴിലാളിയായ രാജൻ നടത്തുന്നത്. കവ്വായി കായലിലെ മത്സ്യങ്ങളുടെ പ്രജനനം, മണ്ണൊലിപ്പ് തടയൽ എന്നിവയിൽ കണ്ടലുകൾക്കുള്ള പ്രാധാന്യം ഇദ്ദേഹം അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തുടക്കം ഈ മത്സ്യബന്ധനത്തിന് പോയ സമയത്ത് വലയിൽ കുരുങ്ങിക്കിട്ട് കണ്ടലുകൾ ഒരു പരിസ്ഥിതിയുമായിട്ട് നട്ടു തുടങ്ങിയതാണ്. പിന്നീട് അതിനോടൊരു താല്പര്യം കൂടി കിട്ടുന്ന മുറക്ക് എല്ലാ വർഷവും 1000-ൽ പരം കണ്ടലുകൾ വർഷങ്ങളെല്ലാം നടുന്നുണ്ട്. പക്ഷെ നട്ടതെല്ലാം ബാക്കിയുണ്ടാവില്ല. 3-4 പ്രാവശ്യം ഓരോ പ്രദേശത്ത് നട്ടാലും ആടെ കുറച്ചേ പിടിച്ച് നിലനിന്ന് വരുന്നുള്ളൂ. പ്രാന്തം കണ്ടലുകൾ മറ്റ് നാടൻ കണ്ടലുകളും കിട്ടുന്നവർക്ക് നടുന്നുണ്ട്. കുറച്ച് വർഷമായിട്ട് ഈ കണ്ടൽ നട്ട് വരുന്നൊരു വ്യക്തിയാണ്. പ്രധാനമായിട്ട് നടുന്ന കണ്ടൽ പ്രാന്തം കണ്ടൽ, അതുപോലെ പ്രാദേശികമായിട്ടുള്ള കുറ്റിക്കണ്ടൽ, നാടൻ കണ്ടലുകളൊക്കെ കിട്ടുന്നതൊക്കെ നട്ട് വരുന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ഇപ്രാവശ്യം ഇപ്പോൾ ഒരു 1000-ൽ മേലെ എൻ്റെ നഴ്സറിയിലുണ്ട്. 10-750 അതിൽ നട്ട് ഇനി 300 നടാൻ ബാക്കിയുണ്ട്. അതിപ്പം എൻ്റെ മനസ്സിലുള്ളത് ഈ വരുന്ന ജൂലൈ 26-ന് ദേശീയ കണ്ടൽ ദിനമായെന്ന് നടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കായലിനോട് ചേർന്നുള്ള വീട്ടുപറമ്പിൽ രാജൻ കണ്ടൽ നഴ്സറി ഒരുക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലെ കണ്ടൽ പരിപാലനത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി തയ്യാറാക്കണമെന്നും മീൻപിടുത്ത തൊഴിലാളിയായ ഈ പരിസ്ഥിതി സംരക്ഷകൻ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച പണിമുടക്കും. KSRTCയിലെ സൗജന്യ യാത്ര തുടങ്ങിയതോടെ വൻ നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് ധർണയും നടത്തും. ബസ് ഉടമകൾക്കൊപ്പം തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കും. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാൻ സർക്കാരിന് മുന്നിൽ 10 നിർദ്ദേശങ്ങളും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമർപ്പിച്ചിട്ടുണ്ട്.